ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ഷെഫീദ. ഇന്ന് നമ്മൾ ടാലിയിലെ പുതിയൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ട്രാക്ക് അഡീഷണൽ കോസ്റ്റ് ഓഫ് പർച്ചേസ്. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന അഡീഷണൽ എക്സ്പെൻസുകൾ പർച്ചേസ് വൗച്ചറിൽ ആഡ് ചെയ്യുന്നതിനെയാണ് ട്രാക്ക് അഡീഷണൽ കോസ്റ്റ് ഓഫ് പർച്ചേസ് എന്ന് പറയുന്നത്. അഡീഷണൽ കോസ്റ്റുകൾ ഏതൊക്കെയാണ്? ഉദാഹരണത്തിന് പാക്കിംഗ് ചാർജ്, ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, ഡെലിവറി ചാർജ്, കാരേജ്, ഇതെല്ലാം അഡീഷണൽ ആയിട്ട് വരുന്ന കോസ്റ്റുകളാണ്. അപ്പോൾ ഇത്തരം കോസ്റ്റുകൾ എങ്ങനെയാണ് പർച്ചേസ് വൗച്ചറിൽ ആഡ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടാലിയിൽ ട്രാക്ക് അഡീഷണൽ കോസ്റ്റ് ഓഫ് പർച്ചേസ് ചെയ്യാൻ അതിൻ്റെ ഫീച്ചർ കൊടുക്കണം. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ F11 F2 സെലക്ട് ചെയ്യാം. അതിൽ ട്രാക്ക് അഡീഷണൽ കോസ്റ്റ് ഓഫ് പർച്ചേസ് എന്ന ഫീച്ചറിനെ എസ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഞാനിവിടെ ടാലി ഓപ്പൺ ചെയ്തു. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നിന്ന് F11 പ്രസ് ചെയ്യുക. അതിൽ ഇൻവെൻട്രി ഫീച്ചേഴ്സ് F11 F2 ഇൻവെൻട്രി ഫീച്ചേഴ്സ് ആണ്. അതിൽ നമുക്ക് കാണാൻ പറ്റും പർച്ചേസ് മാനേജ്മെൻറ്റിൽ ട്രാക്ക് അഡീഷണൽ കോസ്റ്റ് ഓഫ് പർച്ചേസ് എന്ന ഫീച്ചറിന്. അപ്പോൾ ആ ഒരു ഫീച്ചറിനെ എസ് ആയിട്ട് കൊടുക്കുക. ദെൻ ആക്സെപ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഫീച്ചർ കൊടുത്തു. ഇനി എന്താണ് ചെയ്യാനുള്ളതെന്ന് നോക്കാം. ഇവിടെ അക്കൗണ്ട്സ് ഇൻഫോ, ഗ്രൂപ്പ്സ്, ആൾട്ടർ, സെലക്ട്, ഡയറക്റ്റ് എക്സ്പെൻസും തന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് വരുന്ന അഡീഷണൽ കോസ്റ്റുകളെല്ലാം ഡയറക്റ്റ് എക്സ്പെൻസ് ആയിരിക്കും. അപ്പോൾ ഈ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന ഗ്രൂപ്പിൽ നമുക്കൊരു ചേഞ്ച് വരുത്താനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് അക്കൗണ്ട്സ് ഇൻഫോയിൽ, ഗ്രൂപ്പ്സിൽ ഡയറക്റ്റ് എക്സ്പെൻസിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ട്രാക്ക് അഡീഷണൽ കോസ്റ്റ് ഓഫ് പർച്ചേസ് ചെയ്യാൻ നമ്മൾ ആദ്യം ഈ ഒരു പ്രോസസ്സാണ് ചെയ്യേണ്ടത്. അക്കൗണ്ട്സ് ഇൻഫോയിൽ ഗ്രൂപ്പ്സ് സെലക്ട് ചെയ്യാം. അതിൽ ആൾട്ടർ എടുക്കുക. കാരണം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഗ്രൂപ്പ്സിനെ. ആൾട്ടർ എടുത്തതിന് ശേഷം അതിൽ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യാം. ഇനി നമുക്കിതിൽ ചേഞ്ച് വരുത്താനുള്ളത് ലാസ്റ്റ് ഉള്ള ഒരു ഓപ്ഷനാണ്. മെത്തേഡ് ടു അലോക്കേറ്റ് വെൻ യൂസ്ഡ് ഇൻ പർച്ചേസ് ഇൻവോയ്സ്. അത് നോട്ട് അപ്ലിക്കബിൾ ആണ് കിടക്കുന്നത്. നമുക്കത് മാറ്റി കൊടുക്കണം. ഇവിടെ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് അപ്രോപ്രിയേറ്റ് ബൈ ക്വാണ്ടിറ്റി, അപ്രോപ്രിയേറ്റ് ബൈ വാല്യൂ ഉണ്ട്. നമ്മൾ ക്വാണ്ടിറ്റിയെയാണ് എഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ അപ്രോപ്രിയേറ്റ് ബൈ ക്വാണ്ടിറ്റി കൊടുക്കാം. ഇനി അത് വാല്യൂനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ അപ്രോപ്രിയേറ്റ് ബൈ വാല്യൂ വേണം സെലക്ട് ചെയ്യാനും. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് അപ്രോപ്രിയേറ്റ് ബൈ വാല്യൂ ആണ്. എന്നിട്ട് നമുക്കിതിനെ ആക്സെപ്റ്റ് ചെയ്യാം. ഫസ്റ്റ് പ്രോസസ്സ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്തത് എന്താണ് ചെയ്യാനുള്ളത് നോക്കാം. ഇവിടെ ഒരു വർക്ക് നമുക്ക് തന്നിട്ടുണ്ട്. പർച്ചേസ്ഡ് ഫ്രം റോബിൻ ഇലക്ട്രോണിക്സ്. ഒരു കമ്പനിയുടെ കയ്യിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ്. രണ്ട് ഐറ്റമാണ്, ഫോണാണ്, സാംസങ്, ഹുവായി. ഇനി അതിൻ്റെ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. 2, 3 ക്വാണ്ടിറ്റി തന്നിട്ടുള്ളത്. അതിൻ്റെ റേറ്റ് 10,000 തന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഡെലിവറി ചാർജ് എന്ന് വരുന്നത് അഡീഷണൽ എക്സ്പെൻസ് ആണ്, കോസ്റ്റ് ആണ്. അപ്പോൾ നമുക്കിതിൽ രണ്ടിനും അഡീഷണൽ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ഡെലിവറി ചാർജ് 250 രൂപ വെച്ചിട്ട് ടോട്ടൽ എമൗണ്ട് 60,500 ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പർച്ചേസ് ആയിട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. ഞാനിവിടെ ടാലി ഓപ്പൺ ചെയ്തു. ഇനി ട്രാൻസാക്ഷൻസിൽ അക്കൗണ്ടിങ് വൗച്ചേഴ്സിനെ സെലക്ട് ചെയ്തു. പർച്ചേസ് ആണ്. അപ്പോൾ നമ്മൾ പർച്ചേസ് വൗച്ചറിലാണ് ചെയ്യുന്നത്. ഇത് ഐറ്റം മോഡാണ് ഈ പർച്ചേസ് കിടക്കുന്നത്. നമുക്ക് ഈ ഒരു മോഡിനെ മാറ്റി കൊടുക്കാം. ഹാസ് വൗച്ചർ, കൺട്രോൾ V കൊടുത്തിട്ട് ഹാസ് വൗച്ചർ സെലക്ട് ചെയ്യാം. അതിൽ ഫസ്റ്റ് നമുക്ക് കൊടുക്കാനുള്ളത് സപ്ലയർ ഇൻവോയ്സ് നമ്പറാണ്. ഞാനിവിടെ ഒരു ഇൻവോയ്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി ക്രെഡിറ്റ് നമ്മൾ പാർട്ടിയാണ്. ഇവിടെ റോബിൻ ഇലക്ട്രോണിക്സ് എന്നൊരു പാർട്ടിനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ പാർട്ടിനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നെയിം റോബിൻ ഇലക്ട്രോണിക്സ് എന്ന് കൊടുത്തു. അതിൻ്റെ ഗ്രൂപ്പ് കൊടുക്കണം. അടുത്തത് പർച്ചേസ് ആയതുകൊണ്ട് തന്നെ സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. ഗ്രൂപ്പിനെ സെലക്ട് ചെയ്ത് കൊടുത്തു. നമുക്കിതിനെ ആക്സെപ്റ്റ് ചെയ്യാം. ഇനി എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് നമുക്ക് പർച്ചേസ് എമൗണ്ട് ആയിട്ട് വന്നിട്ടുള്ളത് 60,500 ആണ്. ഡെലിവറി ചാർജ് ഉൾപ്പെടെയുള്ള എമൗണ്ട് ആണ് ഇവിടെ കൊടുക്കുന്നത്, 60,500. എൻ്റർ ചെയ്യാം. ന്യൂ റെഫറൻസ് ബൈ പർച്ചേസ് അക്കൗണ്ട് ആണ് കൊടുക്കുക. പർച്ചേസ് അക്കൗണ്ടിനെ ക്രിയേറ്റ് ചെയ്യാം. നെയിം പർച്ചേസ്, അതിൻ്റെ ഗ്രൂപ്പ് പർച്ചേസ് അക്കൗണ്ട് തന്നെയാണ്. സെലക്ട് ചെയ്ത് കൊടുക്കാം. ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നെയിം ഓഫ് ഐറ്റം ചോദിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു മോഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വേണം ഐറ്റം കൊടുക്കാൻ. അപ്പോൾ ഐറ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ 2 ഐറ്റം നമുക്ക് തന്നിട്ടുള്ളത്, സാംസങ്ങും ഉണ്ട്, ഹുവായും ഉണ്ട്. അപ്പോൾ ഈ 2 ഐറ്റത്തിനും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ Alt C കൊടുത്ത് ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഐറ്റം ഞാൻ ഇവിടെ കൊടുക്കുന്നത് സാംസങ് ആണ്. അതിൻ്റെ യൂണിറ്റ് നോസ് ആണ്, നമ്പേഴ്സ് ആണ്. ഇനി ആക്സെപ്റ്റ് ചെയ്യാം.
ക്വാണ്ടിറ്റി 3 അവിടെ ക്വാണ്ടിറ്റി തന്നിട്ടുള്ളത്. റേറ്റ് 10,000 എൻ്റർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു കോളം വരും. അഡീഷണൽ കോസ്റ്റ് ഡീറ്റെയിൽസ് ഫോർ സാംസങ്ങിന് എന്ത് കോസ്റ്റ് ആണോ വന്നുള്ളത് കൊടുക്കണം. അപ്പോൾ ടൈപ്പ് ഓഫ് കോസ്റ്റ് ചോദിക്കുന്നുണ്ട്. നമ്മളിവിടെ കോസ്റ്റ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അവിടെ ഉള്ളത് ഒന്ന് പർച്ചേസ് ആണുള്ളത്. അപ്പോൾ കോസ്റ്റ് എന്താണ് നമുക്ക് വന്നിട്ടുള്ളത്? ഡെലിവറി ചാർജ് ആണ്. അപ്പോൾ ആ ഡെലിവറി ചാർജിന് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന് Alt C കൊടുത്താൽ മതി. നെയിം ഡെലിവറി ചാർജ്, അതിൻ്റെ ഗ്രൂപ്പ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്യാം. ഇനി നമുക്കിവിടെ പെർസെൻറ്റേജ് ആയിട്ടാണെങ്കിൽ പെർസെൻറ്റേജ് ആയിട്ട് കൊടുക്കാം. ഇവിടെ എമൗണ്ട് ആണ് തന്നിട്ടുള്ളത് 250 എന്നുള്ള എമൗണ്ട് ആണ്. ഒന്ന് നോക്കാം. 250 ആണ് സാംസങ്ങിന് വന്നിട്ടുള്ള ഡെലിവറി ചാർജ്. അപ്പോൾ ആ എമൗണ്ടിൻ്റെ അവിടെ 250 എന്ന് കൊടുക്കുക. എൻ്റർ ചെയ്യാം. അടുത്ത ഐറ്റം നമുക്ക് ഇവിടെ തന്നെ കൊടുക്കണം. ഹുവായി ആണ്. Alt C കൊടുത്തിട്ട് ഹുവായിനെ ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ യൂണിറ്റും നോസ് തന്നെയാണ്. സെലക്ട് ചെയ്യാം. ആക്സെപ്റ്റ് ചെയ്യാം. അതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് 3 തന്നെയാണ്. റേറ്റ് 10,000 തന്നെയാണ്. എൻ്റർ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെയും കോളം വരും. ടൈപ്പ് ഓഫ് കോസ്റ്റ്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളതും ഡെലിവറി ചാർജ് തന്നെയാണ്. ഇനി വേറെയാണ് കോസ്റ്റ് എങ്കിൽ നമുക്ക് അവിടെ തന്നെ Alt C കൊടുത്ത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഡെലിവറി ചാർജ് 250 രൂപ തന്നെയാണ്. അപ്പോൾ അതും എമൗണ്ട് ആയിട്ട് 250 എന്ന് കൊടുക്കുക. ഇപ്പോൾ 2 ഐറ്റത്തിനും ഡെലിവറി ചാർജ് നമ്മൾ കൊടുത്തു. ഇങ്ങനെയാണ് ഒരു വിൻഡോ വരിക. പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു റോബിൻ ഇലക്ട്രോണിക്സ്. അതിൽ ഐറ്റംസ് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിൻ്റെ ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ എമൗണ്ട് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. എൻ്റർ ചെയ്യാം. ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രാക്ക് അഡീഷണൽ കോസ്റ്റ് ഓഫ് പർച്ചേസ് ടാലിയിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് നമുക്കതിൻ്റെ റിപ്പോർട്ടാണ് നോക്കാനുള്ളത്. റിപ്പോർട്ട് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ സ്റ്റോക്ക് സമ്മറി സെലക്ട് ചെയ്യാം. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ റിപ്പോർട്ട്സിൽ തന്നെ സ്റ്റോക്ക് സമ്മറി കാണാം. അതിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 2 ഐറ്റം വന്നിട്ടുണ്ട്. ഹുവായി ഉണ്ട്, അതുപോലെ തന്നെ സാംസങ് ഉണ്ട്. ഓരോന്നിൻ്റെയും ക്വാണ്ടിറ്റി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റേറ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. 10,000 രൂപ ഉണ്ടായിരുന്ന ഐറ്റം 10,083 രൂപയായിട്ട് കൂടിയിട്ടുണ്ട്. ടോട്ടൽ 30,250. 2 ഐറ്റത്തിൻ്റെയും കൂടി 60,500 രൂപ. അത് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടി നമുക്ക് അവിടെ തന്നെ ഒന്ന് എൻ്റർ ചെയ്യാം. അപ്പോൾ ഏത് മാസമാണോ പർച്ചേസ് ചെയ്തിട്ടുള്ള അവിടെ കാണാൻ സാധിക്കും. ഒന്നും കൂടി എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ പേരും അതുപോലെ തന്നെ വൗച്ചർ ടൈപ്പ് പർച്ചേസ്, ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട് എല്ലാം അവിടെ കാണിക്കും. ഒന്നും കൂടി എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്ത ട്രാൻസാക്ഷനും അവിടെ വരും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ട്രാക്ക് അഡീഷണൽ കോസ്റ്റ് ഓഫ് പർച്ചേസ് ചെയ്യാൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ആരെങ്കിലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ടാലിയിലെ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.